ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പര്യടനം ആരംഭിച്ചു. UDFന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കവളങ്ങാട്, കുട്ടമ്പുഴ, കീരമ്പാറ, പിണ്ടിമന എന്നീ 4 പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ സ്വീകരണം. നീണ്ടപാറയിൽ ആനശല്യത്തിനെതിരെ ഫെൻസിംഗ് സ്ഥാപിക്കാൻ 15 ലക്ഷം രൂപ അനുവദിച്ചതായും MP അറിയിച്ചു. ഡീൻ കുര്യാക്കോസ് 2ാം MPയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നുള്ള സ്വീകരണ പരിപാടിയാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ചത്. ആദ്യഘട്ട സ്വീകരണ പര്യടനത്തിൽ കവളങ്ങാട്, കുട്ടമ്പുഴ, കീരമ്പാറ, പിണ്ടിമന എന്നീ 4 പഞ്ചായത്തുകളിലാണ് സ്വീകരണം ഒരുക്കിയത്. വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസിനുവേണ്ടി LKG ജിജി, കർഷക കോൺഗ്രസിനുവേണ്ടി ജോർജ് ഓറിയസ്, INDS ടിപ്പർ വിഭാഗത്തിനുവേണ്ടി MP ജോസ്, ശ്രീ കുഞ്ഞുമോൻ, ശ്രീ PC തങ്കച്ചൻ, ശ്രീ തോമസ്, ക്ഷണിച്ചോളുന്നു. ഒന്നാം വാർഡ് പ്രസിഡന്റ് ബൈജു, നീണ്ടപാറയിൽ നിന്നുമാണ് ഡീൻ കുര്യാക്കോസിന്റെ സ്വീകരണ പര്യടനം ആരംഭിച്ചത്. ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം ചെയർമാൻ ജെയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. KP ബാബു, ഇബ്രാഹിം കവലയിൽ, ബാബു ഏലിയാസ്, ഷമീർ പനക്കൽ, AC രാജശേഖരൻ, PC ജോർജ്, എൽദോസ് കീച്ചേരി, ലിനോ തോമസ്, സൗമ്യ ശശി, ജിൻസിയ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. സൈജന്റ് ചാക്കോ സ്വാഗതവും സന്ധ്യ ജയ്സൺ കൃതജ്ഞതയും പറഞ്ഞു. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഡീൻ കുര്യാക്കോസ് മറുപടി പ്രസംഗം നടത്തി. വളരെ പരിമിതമായ ആ ഒരു സമയം ചെലവഴിച്ചിട്ട് നിങ്ങളൊക്കെ എന്നോട് കാണിച്ച ആ ഒരു വലിയ താല്പര്യത്തിൽ, നിങ്ങൾ നൽകിയ ആ ഒരു വലിയ പിന്തുണയ്ക്കും അർപ്പിച്ച വിശ്വാസത്തിനും ഒക്കെ 1000 നന്ദി ദിവസത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. 5 വർഷക്കാലം MPയായി പ്രവർത്തിക്കുമ്പോഴെല്ലാം ഈ പ്രദേശത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ നിലയിലും എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അതേ നിലയിൽ തന്നെ വരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ നാടിന്റെ സുഹൃത്തുക്കളിൽ പങ്കാളിയായി ഈ നാടിന്റെ എല്ലാ തരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങളിൽ, ജനകീയ കാര്യങ്ങളിലും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സമീപസ്ഥനായി ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാക്ക് നൽകുകയാണ്. ഐക്യജനാധിപത്യത്തിന്റെ കലവറയില്ലാതെ ഒരു തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാനത്തുടനീളം അത് അനുഭവവിദ്യമാണ്. ഒരു വലിയ ഭരണമാറ്റത്തിന്, ഒരു രാഷ്ട്രീയ മാറ്റത്തിന്, കോതമംഗലത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിനൊക്കെ തന്നെ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നീണ്ടപാറയിലെ കാട്ടാനശല്യം തടയുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 15 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. നീണ്ടപാറ മേഖലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പുറമ്പോക്ക് ഭൂമിയിൽ ഉൾപ്പെടെ അവിടെ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്തിയാൽ ഒരു പ്രൊജക്റ്റ് അവിടെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. വനംവകുപ്പിൻ്റെ സ്ഥലം അല്ലാത്ത പ്രദേശങ്ങളിൽ പുറമ്പോക്ക് ഭൂമിയിൽ ഫെൻസിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയാൽ മതി. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് എളുപ്പത്തിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ മേഖലയിലെ മുഴുവൻ ആളുകളുടെ ഒരു ആവശ്യം എന്നുള്ള നിലയിൽ ഈ തവണ MPയായി ജയിച്ചു വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ള ഫണ്ട് 15 ലക്ഷം രൂപ അവിടെ ആ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി വകയിരുത്തി എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.